أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. لا حول ولا قوة إلا بالله العلي العظيم. സൂറത്തുൽ വാഖിയയുടെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ 15 വരെയുള്ള ആയത്തുകളാണ് എടുത്തിരുന്നത്. സ്വർഗവാസികളെ കുറിച്ച് സുല്ലത്തുമിനൽ അവലീൻ വഖലീലുമിനൽ ആഖിരീൻ, മുൻഗാമികളിൽ നിന്ന് ഒരു വിഭാഗം ആളുകളും പിന്നീട് വരുന്ന പിൻഗാമികളിൽ നിന്ന് ഒരു സംഘം ആളുകളും സ്വർഗാവകാശികളാണ് എന്ന് പറഞ്ഞ് അവരുടെ അവസ്ഥകൾ എങ്ങനെ പറയാണ്. അവർ സ്വർഗത്തിൽ അലാ സുറുറി മൗലൂന, നെയ്തെടുക്കപ്പെട്ട കട്ടിലുകളിലായിരിക്കും എന്ന് പറഞ്ഞു. ശരീർ സുരുർ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിലുകൾ, മൗലൂനത്ത് പറഞ്ഞാൽ നെയ്തെടുക്കപ്പെട്ടത് എന്നാണ്. അതോടെ തഫ്സീർ മൻസൂജത്തോ ബി ഖുലുബാനി ദഹബി, സ്വർണ്ണ നൂലുകളാൽ നെയ്തെടുക്കപ്പെട്ട, വൽ ജവാഹിർ, രത്നങ്ങളും പിടിപ്പിക്കപ്പെട്ട കട്ടിലുകളുടെ മേലായിരിക്കും. അതുവരെയാണ് ഇവിടെ എടുത്തു പോയിട്ടുള്ളത്. ഇനി അതിന്റെ ബാക്കി 16-ാമത്തെ ആയത്ത് മുത്തഖീന അലൈഹ മുത്തഖാബിലീൻ. മുത്തഖീന പറഞ്ഞു കഴിഞ്ഞാൽ ചാരി ഇരുന്നു കൊണ്ടിരുന്ന, അലേഹ ആ കസാല കട്ടിലുകൾ, ചാരി കട്ടിലുകളുടെ മേല്, ചാരി ഇരിക്കുന്ന കട്ടിലുകളുടെ മേൽ ഇങ്ങനെ ചാരി ഇരുന്നു കൊണ്ട്. മുത്തഖാബിലീൻ എന്നാൽ പരസ്പരം അഭിമുഖമായിട്ടിരുന്നു കൊണ്ട് എന്നാണ്. അപ്പോ വളരെ ആശ്വാസത്തില് നേരെ ഇരിക്കാൻ പറ്റുന്ന, ചാരി ഇരിക്കാൻ പറ്റുന്ന സൗകര്യപൂർണമായിട്ടുള്ള കട്ടിലുകൾ ഉണ്ടാവും. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്ന ആളുകളെ പരസ്പരം മുഖത്തു നോക്കി ഇരിക്കുക എന്നുള്ളത് ഒരു ആനന്ദത്തിന്റെ ഭാഗമാണ്. സ്വർഗത്തിൽ എല്ലാവിധ ആനന്ദങ്ങളും അനുഭൂതികളും കൊടുക്കുമെന്ന് പറയുന്നതാണ്. ഇഷ്ടപ്പെട്ടവർക്ക് അഭിമുഖമായിട്ടിരിക്കാനും സാധിക്കും. മുത്തഖാബിലിൻ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുക എന്നർത്ഥം. അവിടെ തഫ്സീർ ജലാലിൻ ഹാലാനി മിനൽ ലമീരി ഫിൽ ഖബരി, അവിടെ ഖബറിൽ വരുന്ന അവർക്ക് അതുണ്ട് എന്ന് പറയുന്ന ലഹും എന്നുള്ള ലമീർ, അതിൻ്റെ പിന്നെ അതിൽ നിന്ന് രണ്ട് അവസ്ഥകളാണ്. അപ്പൊ അവര് ഒരവസ്ഥ എന്താണ്? മുത്തക്കീനാലയ, കട്ടിലുകളുടെ മേൽ ചാരിയിരിക്കുക എന്നുള്ള ഒരു ഹാലാണ്, ഒരവസ്ഥയാണ്. ഹാല് എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്നാണ് അർത്ഥം. ഹാലാന് രണ്ട് ഹാലുകൾ വിശദീകരിക്കാൻ, രണ്ട് അവസ്ഥകൾ പറയാണ്. ഒന്നാമത്തെ അവസ്ഥ എന്താണ്? മുത്തക്കീൻ, അവർ ചാരിയിരിക്കുകയാണ് എന്നുള്ളത്. രണ്ടാമത്തേത് മുത്തഖാബിലീൻ, പരസ്പരം അഭിമുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഈ രണ്ടവസ്ഥയും അവർക്കുണ്ടായിരിക്കും. അതിൽ ഖബറിൽ വരുന്ന ലമീറിൽ നിന്ന് ഹാലായിട്ടാണ് ഈ രണ്ട് എണ്ണം അവരുടെ അവസ്ഥകൾ വിശദീകരിക്കുന്നത് അർത്ഥം. യതൂഫു അലൈഹിം, അവരുടെ മേൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. വിൽദാനുൻ മുഖല്ലദൂൻ, ശാശ്വതമായ കുട്ടികൾ എന്ന്. വിൽദാൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നർത്ഥം. തവാഫ് യതൂഫ് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുക എന്നാണ്. നമ്മൾ കഅബൻ തവാഫ് ചെയ്യുന്നതിന് തവാഫ് എന്ന് പറയും. ഇതാണ് ത്വാഫ, ചുറ്റിക്കറങ്ങിയെന്ന. ആദ്യ ത്വാഫ എന്നുള്ള പദം തന്നെയാണിത്. അപ്പോൾ അവിടെ യത്തൂഫുൽ കഅബ പറഞ്ഞ കഅബയെ തവാഫ് ചെയ്യുക. ഇവിടെ യത്തൂഫ് അലൈഹിം, അവരുടെ മേൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ലിൽ ഖിദ്മത്തി, അവിടെ തഫ്സീർ ജലാലിനോട് കൊടുത്തിട്ടുണ്ട്. ലിൽ ഖിദ്മത്തി, സേവനം ചെയ്യാൻ വേണ്ടിയിട്ട്, സേവകരായിക്കൊണ്ട്. വിൽദാനുൻ, കുട്ടികൾ. മുഖല്ലദൂൻ എന്ന് പറഞ്ഞാൽ ശാശ്വതമായ അർത്ഥം. അവിടെ അത് വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത് അലാ ഷക്കിലിൽ ഔലാദി ലാ യഹ്റമൂൻ. അലാ ഷക്കിലിൽ ഔലാദി, കുട്ടികളുടെ രൂപത്തിൽ. ലാ യഹ്റമൂൻ, അവർക്ക് വാർദ്ധക്യം എത്തുകയില്ല എന്ന്. അതായത് പിന്നെ നമ്മളിവിടെ ദുനിയാവിലൊക്കെ ചില ആളുകൾ ചെറുപ്പത്തിൽ നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് ആ പേര് ഉണ്ടാവും. ഓരോ വർഷം കഴിയുന്നിടത്തപ്പോൾ ചെറിയ നല്ലൊരു പ്രസംഗത്തിൽ ഒരാൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ, 15-ാം വയസ്സിൽ ഉയർന്നു വന്ന് പ്രസിദ്ധനായാൽ 15-കാരൻ 16-കാരൻ എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷെ കൊല്ലങ്ങനെ കഴിയുന്നിടത്തോളം 16 17 ആയിട്ടുണ്ടാവും. പേര് 15-കാരൻ എന്നാണെങ്കിലും, അല്ലെങ്കിൽ പേര് അത് ബാക്കിയുണ്ടെങ്കിലും, ഓരോ വർഷം കഴിയുന്നിടത്തോളം പ്രായം കൂടി കൂടി പോകും. പിന്നീട് വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ടാവും. അതേ അവസ്ഥ സ്വർഗത്തിലുണ്ടാവുമോ? ഒരു ചോദ്യമാണ്. ഉണ്ടെങ്കിൽ ചെല്ലുന്ന കാലത്ത് ചെറിയ കുട്ടികളായ ഖാദിമീങ്ങള്, സേവകരായിട്ടുള്ള ആളുകള് വർഷം കഴിയുന്നിടത്തോളം വാർദ്ധക്യത്തിലെത്തി. പിന്നെ കുറേ കാലം കഴിയുമ്പോഴേക്കാണ് ഇങ്ങനെ ഖിദ്മത്തിന് വേണ്ടി വാർദ്ധക്യത്തിലെത്തിയ ആളുകളാവുക എന്നുള്ളത് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എപ്പോഴും സേവനത്തിന് ഖിദ്മത്തിന് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്നത് അതെടുത്തു കൊടുക്കാൻ ആരോഗ്യ പിന്നെ ഉന്മേഷമുള്ള ചെറുപ്പക്കാരെ ആയിരിക്കും, ചെറിയ കുട്ടികളായിരിക്കും. അപ്പൊ ഇതിവിടെ ഖിദ്മത്തിന് വേണ്ടി അള്ളാഹു തയ്യാർ ചെയ്തു വെക്കുന്ന ആ കുട്ടികള് മുഖല്ലദൂൻ എന്നാണ്. ആ യൗവനം
അല്ലെങ്കിൽ ആ ചെറുപ്പം അതെന്ത് ചെയ്യുന്നതാണ്, ശാശ്വതമായി നിലനിൽക്കുന്നതാണ്. ലാ യഹ്റമൂൻ, അവർക്ക് വാർദ്ധക്യം ബാധിക്കുകയില്ല. ഹറം പറഞ്ഞ വാർദ്ധക്യം. അപ്പൊ യത്തൂഫ് അലൈഹിം, ആ സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ അള്ളാഹു വിശദീകരിക്കുകയാണ്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് യത്തൂഫ് അലൈഹിം, അവരുടെ മേലിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും ഹിദ്മത്തി, സേവനത്തിന് വേണ്ടിയിട്ട്, വിൽദാനുൻ, കുട്ടികൾ, മുഹല്ലദുൻ, യുവത്വം ശാശ്വതമായി നിലനിൽക്കുന്ന കുട്ടികൾ. അതായത് മുഹല്ലദ് എന്നുള്ളതിൻ്റെ അവിടെ അലാ ഷക്കിലിൽ ഔലാദി, കുട്ടികളുടെ രൂപത്തിലുള്ളത്. ലാ യഹ്റമൂൻ, അവർക്ക് വാർദ്ധക്യം ബാധിക്കൂല എന്ന്. അവിടെ ഇതിന്റെ ശരിക്കും ഇതിന്റെ ഓരോരോ ഭാഗങ്ങൾ എടുത്തു പറയുന്ന സമയത്ത് അതിന് എന്താണ് ഇത് ഉദ്ദേശം എന്നുള്ളത് തഫ്സീർ ഖുർത്തുബി പറയുന്നതാണ് ഞാൻ അവിടെ എടുത്തു വെക്കുന്നത്. വൽ മഖ്സൂദു അന്നാഹിലിൽ ജന്നത്തി, ഇവിടെയുള്ള ഉദ്ദേശം എന്താണ്? അന്നാഹിലിൽ ജന്നത്തി, സ്വർഗവാസികൾ അല അത്തമി സുറൂറി വന്യാമത്തി, പൂർണ്ണ സന്തോഷത്തിലും പൂർണ്ണ അനുഗ്രഹത്തിലും ആയിരിക്കുന്ന. വന്യാമത്തു, ആ അനുഗ്രഹം ഇന്നമാ തത്തിമു, അത് പൂർത്തിയാവാറുള്ളത് ബിഹ്തിഫാഫിൽ ഖദമി, സേവകർ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുമ്പോഴാണ്. വൽ വിൽദാൻ, കുട്ടികളും, ബിൽ ഇൻസാൻ, മനുഷ്യനെ. അപ്പോൾ ഒരാൾക്ക് അയാളുടെ അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് എന്തിനും തയ്യാറായും കൊണ്ട്, എന്ത് ഹിദ്മത്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കാൻ തയ്യാറായും കൊണ്ട്, പിന്നെ ചുറ്റും പരിചാരകർ ഉണ്ടാവുക, ചുറ്റും സേവകരുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പിന്നെ സ്വർഗത്തിൻ്റെ വിശേഷണം പറയുന്ന ഈ ഭാഗത്ത്, പിന്നെ സൂറത്തുൽ വാഖയിൽ ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഇത് ഇവിടെയുള്ള ഓരോന്നോരോന്ന്, ഇനി ഇതും ഇത് കഴിഞ്ഞിട്ടുള്ള ആയത്തുകളും അതിന് തന്നെയാണ്. സ്വർഗത്തിലെ ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു പറയാണ്. എന്താണ് അവിടെ പറയാൻ പോകുന്നത്? സ്വർഗവാസികൾ അല അത്തമ്മി സുറൂരി വന്യാണ്, പരിപൂർണ സന്തോഷത്തിലും പരിപൂർണ അനുഗ്രഹത്തിലുമായിരിക്കും. ഈ അനുഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് അവർക്ക് വേണ്ടി എല്ലാ സേവനങ്ങളും ചെയ്യാൻ തയ്യാറായിട്ടുള്ള, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ പിന്നെ യൗവനത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ഉന്മേഷമുള്ള ആളുകൾ ഇങ്ങനെ ചുറ്റുണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഇനി വരുന്നതും സ്വർഗത്തിൻ്റെ ഓരോ സൗകര്യങ്ങൾ പറയുമ്പോൾ മനുഷ്യന് അള്ളാഹു എല്ലാവിധ സുഖ സൗകര്യങ്ങളും സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരുക്കി വെച്ചതിൽ കൂട്ടത്തിൽ ഇതും ഇതും ഇതൊക്കെ ഉണ്ട് എന്നിങ്ങനെ ഓരോന്നും കൂട്ടി വെക്കാനുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് യതൂഫ് അലൈഹിം, അവരുടെ മേലിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് വിൽദാനു മുഖല്ലദൂൻ, നിത്യ ചെറുപ്പം നിലനിർത്തുന്ന കുട്ടികൾ എന്നുള്ളത്. യത്തുഫ് അലൈഹിം ലിൽ ഖിദ്മത്തി, സേവനത്തിന് വേണ്ടി അവർ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. വിൽദാനുൻ, കുട്ടികൾ, മുഹല്ലദുൻ, ശാശ്വതരായിട്ടുള്ള, അലാ ഷക്കിലിൽ ഔലാദി, കുട്ടികളുടെ രൂപത്തിൽ, ലാ യഹ്റമുൻ, അവർക്ക് വാർദ്ധക്യം വരികയില്ല. എന്തുകൊണ്ട് അവർ കറങ്ങുക? ബി അക്വാബിൻ, കപ്പുകളെ കൊണ്ട്. വ അബാരിക്ക്, അബാരിക്ക് പറഞ്ഞാൽ കൂജകൾ എന്നൊക്കെയാണ് മലയാളത്തിൽ യോജിച്ചിട്ടുള്ളത്. അതായത് പിടിക്കുന്ന ഭാഗത്ത് ഒരു പിടുത്തവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഭാഗത്ത് അത് ഒഴിക്കാനുള്ള ഒരു വാലും ഉള്ള അങ്ങനത്തെ പാത്രങ്ങൾക്കാണ് ഇത് പറയാറുള്ളത്. വ കഅ്സിൻ മിൻ മഈൻ, കഅ്സ് എന്ന് പറഞ്ഞാൽ ചഷകം, കള്ളുപാത്രങ്ങൾക്കാണ് പറയാം. മിൻ മഈൻ, കള്ളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, പിന്നെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന പാത്രം, മറ്റേ കപ്പുകൾക്കാണ് കഅ്സ് എന്ന് പറയാറുള്ളത്. അങ്ങനത്തെ പാത്രങ്ങളുമായിട്ട്, അപ്പോൾ അവരുടെ കയ്യിൽ എന്താണോ വേണ്ടത് അത് ഒഴിച്ചു കൊടുക്കാൻ പാകുന്ന വിധത്തിൽ കപ്പുകളും, പിന്നെ കൂജകളും, പിന്നെ കള്ള് നിറഞ്ഞ പാത്രങ്ങളും ഉണ്ടായിരിക്കും എന്നാണ്. ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം അവിടെ തഫ്സീർ ജലാലൈൻ എടുത്ത് പറയുന്നുണ്ട്. ബി അക്വാബിൻ, കപ്പുകളെ കൊണ്ട് പറഞ്ഞാൽ അഖ്ദാഹിൻ ലാ ഉറാലഹന, പിടുത്തമില്ലാത്ത ഗ്ലാസുകൾക്കാണ് അക്വാബ് എന്ന് പറയാറുള്ളത് എന്ന്. പിന്നെ ഖുർആനിൽ വന്ന ഇങ്ങനത്തെ പരാമർശങ്ങളായതുകൊണ്ട് തന്നെ പല ആളുകളും അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഫോട്ടോയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അൽ കൂബു ഖദുഹുൻ മുസ്തദീറു എന്ന. കൂബ് എന്ന് പറയാറുള്ളത് വട്ടത്തിൽ, മറ്റേ ഗ്ലാസ് രൂപത്തിൽ റൗണ്ടിലുള്ള ഗ്ലാസ്സിനാണ്. എങ്ങനത്തതില്ല ഉറുവത്തലഹു വല ഹുർത്തും എന്നാണ്. ഇപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഭാഗത്ത് വാലും ഇല്ല, പിന്നെ പിടിക്കാനുള്ള പിടുത്തമല്ല, അങ്ങനത്തത് എന്നാണ്. ഇത് പരിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഷെയർ ചെയ്ത ഫോട്ടോയിൽ സെൻട്രൽ റൗണ്ടിൽ ദുഃഖിറത്തിൽ അക്വാബ് അർബ മറാത്തിൻ ഫിൽ ഖുർആനിൽ കഴിയുന്ന, പരിശുദ്ധ ഖുർആനിൽ കൂബ് എന്നുള്ള ഈ ഒരു പദം 4 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഓരോ ആയത്ത് പഠിക്കുമ്പോഴും പദങ്ങളുടെ അർത്ഥം പരിപൂർണമായിട്ട് പഠിച്ചു പോകുകയാണെങ്കിൽ പിന്നെ മറ്റു ഭാഗങ്ങളൊക്കെ ഓതി പോകുന്ന സമയത്ത് ഈ പദം കടന്നു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സുഖസൗകര്യങ്ങൾ ഖുർആൻ പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിൻ്റെ സുഖ സൗകര്യങ്ങൾ വർണ്ണിക്കുന്നിടത്തൊക്കെ ഇത് വന്നിട്ടുണ്ട്.
പിന്നെ ഒക്കെ 4 പ്രാവശ്യം കൂബ് എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മൾ നിത്യോപയോഗത്തിലെ ഗ്ലാസ് ഉണ്ടല്ലോ, പിടുത്തല്ലാത്ത ഗ്ലാസ്സിനാണ് ശരിക്ക് ഇവിടെ ഉദ്ദേശിക്കുന്ന കൂബ് എന്നുള്ളത്. അഖദാഹ് എന്ന് പറഞ്ഞ പാത്രങ്ങൾ, ലാ ഉറല പിടുത്തല്ലാത്ത കപ്പുകൾക്കാണ് കൂബ് എന്ന് പറയുന്നത്. അപ്പോൾ അബാരീഖ്, അബാരീഖ് പറഞ്ഞു കഴിഞ്ഞാൽ ഇബിരീഖ് ലഹ ഉറ വഹറാത്തീൻ, പിടിക്കാനുള്ള ഭാഗമുണ്ട്, പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന ഭാഗത്ത് ഒരു വാല് ഇങ്ങനെ തള്ളി നിൽക്കുന്നതുണ്ട് എന്നാണ്. ഇപ്പം ഈ അറബികളൊക്കെ കാവ ഒഴിച്ചു കൊടുക്കുന്നതിന് പ്രത്യേക തരം നല്ല വാലുള്ള, ഇപ്പം ഇതിൽ ഫോട്ടോയിൽ കാണുന്നതല്ല, അതിലപ്പുറം നീണ്ട വാലുള്ള ഇതുണ്ട്. അതിനെ ആണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കൊടുക്കാനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു. അത് ഒരു ഭാഗത്ത് പിടുത്തം മറ്റേ ഭാഗത്ത് നീണ്ട വാലും ഉണ്ടായിരിക്കും. അങ്ങനത്തതിൽ ഉണ്ട്. അപ്പോൾ ഇബിരീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാ ലഹു ഉറുവത്തുൻ വഹുർത്തൂമൻ, പിടിക്കാനുള്ള ഒരു ഭാഗമുണ്ട്, ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗമുണ്ട് എന്നാണ്. അത് പരിശുദ്ധ ഖുറാനിൽ ഒരു തവണ മാത്രമാണ് വന്നിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ വാഖയിൽ 18-ാമത്തെ ആയത്തിൽ അവിടെ മാത്രമാണ് എന്നാണ്. പിന്നെ കസിം എന്ന് പറഞ്ഞാൽ, കസ് എന്ന് പറഞ്ഞാൽ പാത്രം, കസ് എന്ന് പറഞ്ഞാൽ ഇനാ ഉ ഷുർബിൻ, വെള്ളം കുടിക്കുന്ന കപ്പ്, മറ്റേ ചഷകങ്ങൾക്കാണ്, പ്രത്യേകിച്ച് കള്ള് പാത്രങ്ങൾക്കൊക്കെയാണ് കസ് എന്ന് ഉപയോഗിക്കാറുള്ളത്. ചഷകം എന്ന് ഉപയോഗിക്കും. ഇനാ ഉ ഷുർബിൽ ഹംരീന, കള്ള് കുടിക്കാനുള്ള കപ്പ്, അതിനാണ് കസ് എന്ന് പറയാം. അപ്പൊ കള്ളിന്റെ കപ്പുകൾ ഉണ്ടായിരിക്കും. മിം മഈൻ, മഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹംറിൻ ജാരിയ, മിം മംബഇൻ ലാ യൻഖതിഉ അബദൻ, ഒരിക്കലും നിലക്കാത്ത ഉറവിടങ്ങളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കള്ള്, അത് നിറച്ചിരിക്കുന്ന പാത്രങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇപ്പൊ നാളെ സ്വർഗത്തിൽ നാളെ ചെല്ലുന്ന സമയത്ത് അവിടെ ഹംറ്, കള്ളുണ്ട്, കള്ള് കുടിക്കാനും പറ്റും. പക്ഷെ അതിൻ്റെ പ്രത്യേകത അടുത്ത ആയത്തിൽ തന്നെ അവിടെ പറയുന്നുണ്ട്. ദുനിയാവിലെ കള്ളാകുന്ന സമയത്ത് അത് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന തലവേദനയും അതേപോലെ തന്നെ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെടുക എന്നുള്ളതൊന്നും ഇല്ലാത്ത, എന്നാൽ അത് കുടിച്ചാൽ കിട്ടുന്ന ആനന്ദങ്ങൾ പലതും കിട്ടുന്ന ഒരു കള്ള് അതുണ്ടായിരിക്കും. അപ്പോൾ വക്കഇസിൻ, കള്ളുകൾ പാർന്ന പാത്രങ്ങളും ഉണ്ടായിരിക്കുന്ന അർത്ഥം. ചഷകം. ഇനാ ഉ ഷുർബിൽ ഹംരീന, കള്ള് കുടിക്കുന്ന പാത്രത്തിനാണ് കസ് എന്ന് പറയാറുള്ളത്. മഈൻ, മഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹംറിൻ ജാരിയ, ഒഴുകുന്ന കള്ള്. ആ കള്ള് ഇങ്ങനെ നിറച്ച ഗ്ലാസ്സുകൾ ഉണ്ടായിരിക്കും. മംബഇൻ, എവിടുന്നായി കള്ള് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഉറവിടത്തിൽ നിന്ന്. ലാ യൻഖതി അബദൻ, ഒരിക്കലും നിലക്കാത്ത. അപ്പോൾ ദുന്യാവിലൊക്കെ ഒരിക്കലും ഒരാൾക്കും കുടിച്ചിട്ട് പൂതി മാറാറില്ല. പകരം ബോധം കെട്ട് തടിയും പോയി കിടക്കാറുള്ളതാണെന്നുണ്ടെങ്കിൽ എത്ര കുടിച്ചാലും മതി വരാത്ത, എന്നാൽ തീർന്നു പോകാത്ത, ലാ യൻഖതി അബദൻ, ഒരിക്കലും നിലക്കാത്ത ഉറവിടത്തിൽ നിന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കള്ള്, അത് നിറച്ച കള്ളിൻ്റെ പാത്രങ്ങൾ, പിന്നെ ഇബിരീക്കുകൾ, പിന്നെ ഗ്ലാസ്സുകൾ, ഇതുമായിട്ട് അവരുടെ ഇടയിൽ നിത്യ യൗവനത്തിലുള്ള അല്ലെങ്കിൽ ചെറുപ്രായത്തിലുള്ള കുട്ടികൾ അവർക്ക് ഇങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും എന്നുള്ളത്. അവിടെ കള്ള് നിറച്ച പാത്രങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ, കള്ള് ഇഷ്ടം പോലെ കുടിക്കാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ലാ യുസദ്ദഊന അൻഹാ വലാ യുൻസിഫൂൻ. സുദാ എന്ന് പറഞ്ഞാണ് തലവേദനക്ക് പറയാറുള്ളത് അറബിയിൽ. ലാ യുസദ്ദഊന, അവർക്ക് തലവേദന എടുക്കൂല എന്നർത്ഥം. ചില ദുനിയാവിലെ ചിലതൊക്കെ കുടിക്കുന്ന സമയത്ത് കുടിക്കുന്ന ആളുകൾക്ക് തലവേദന എടുക്കുന്നത്, നമ്മൾ കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ചില സാധനങ്ങളുടെയൊക്കെ സ്മെല്ല് കേൾക്കുമ്പോഴേക്കാണ് തലവേദന എടുക്കാറുണ്ട് എന്നതുപോലെ ഇവിടെ മറ്റേ ഈ സ്വർഗത്തിലെ ഈ കള്ളിൻ്റെ അവസ്ഥ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ലാ യുസദ്ദഊൻ, തലവേദന ബാധിക്കുകയില്ല. വലാ യുൻസിഫൂൻ, മസ്താവൂല്ല എന്നർത്ഥം. യുസദ്ദഊന വലാ യുൻസിഫൂൻ എന്നുള്ള വലാ യുൻസഫൂൻ എന്നാണ്. യുൻസിഫൂൻ എന്ന് ഖുർആനിലെ ഒരു ഖിറാഅത്തിൽ വന്നതുകൊണ്ട് അവിടെ കിടക്കുന്നത് വലാ യുൻസഫൂൻ ബി ഫത്ഹി സായി വകസ്രിഹ, 2 ഖിറാഅത്തും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തെടുത്തിൽ തന്നെ മേലെ കൊടുത്തത് ഖുറാനിൽ നിന്ന് നേരെ കോപ്പി ചെയ്തിട്ടുകൊണ്ട് വലാ യുൻസിഫു എന്നുള്ള വന്നിട്ടുള്ളത്. തഫ്സീർ ജലാലൈനിയിൽ വന്നിടത്തുനിന്ന് കോപ്പി ചെയ്തിട്ട് കൊടുത്ത് താഴെ വലാ യുൻസഫു എന്ന 2 ഖിറാഅത്തും വന്നിട്ടുണ്ട്. ബി ഫത്ഹി സായി വകസ്രിഹ, അവിടെ യുൻസഫു എന്നും യുൻസിഫു എന്നും വന്നിട്ടുണ്ട്. സായിന് ഫത്തുഹും വന്നിട്ടുണ്ട്, കസറും വന്നിട്ടുണ്ട്. മിൻ നസഫ അഷാരിബു എന്നുള്ള പദത്തിൽ നിന്ന് വൻസഫ, നസഫ ഷാരിബു വൻസഫ എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോഴാണ് ലാ യഹ്സുല്ലഹും മിൻഹ സുദാഉം വലാ ദഹാബു അഖലിൻ. നസഫ വൻസഫ 2 പദം ഉപയോഗിക്കുക. അതിൽ നിന്ന് നസഫ ആണെങ്കിൽ നസഫ യൻസിഫു, പിന്നെ അൻസഫ യുൻസിഫു, ലാ യുൻസിഫൂൻ.
അതിൻ്റെ മാറുഫ് മജുഹുലായിട്ട് യുൻസിഫൂൻ എന്നും വന്നിട്ടുണ്ട്, യുൻസഫൂൻ എന്നും വന്നിട്ടുണ്ട്. നസ്ഫ് ബാധിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ മസ്ത് പോകുക എന്ന മറ്റേ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെടുക എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. അപ്പം ലാ യഹ്സുലുലഹും അവർക്ക് അതുകൊണ്ട് കരസ്ഥമാകൂല, അല്ലെങ്കിൽ ഉണ്ടാവൂല, മിൻഹ ആ കുടിക്കുന്നത് കാരണമായിട്ട് സുധാ തലവേദന ഉണ്ടാവില്ല. വല ദഹാബു അഖലിൻ ബുദ്ധി നഷ്ടപ്പെടുക എന്നുണ്ടാവില്ല. ബി ഖിലാഫി ഖംരി ദുന്യാവിലെ കള്ളിനെതിരായിട്ട്. ദുന്യാവിലെ കള്ളാകുന്ന സമയത്ത് ചിലത് തലവേദന കൊടുക്കുന്നുണ്ടെങ്കിൽ വേറെ ചിലത് ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെടും. അപ്പോൾ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെടാതെ പിന്നെ തലവേദനയോ മറ്റു ഷെറുകളോ ഇല്ലാതെ എത്രയും കുടിക്കാൻ പറ്റുന്ന കള്ളുകളും സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി തന്ന അനുഗ്രഹങ്ങളുടെ ഭാഗത്തുപ്പെട്ടതാണ്. വഫാക്കിഹത്തി മിമ്മ യതഖയ്യറൂൻ ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ പഴങ്ങളും ഉണ്ട്. ഫാക്കിഹത്ത് പറഞ്ഞ പഴങ്ങള്, മിമ്മ യതഖയ്യറൂൻ അവർ ഇഷ്ടമുള്ളതിൽ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന്. ഇഖ്തിയാർ ചെയ്യാൻ തിരഞ്ഞെടുക്കുക എന്ന യതഖയ്യറൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തിരഞ്ഞെടുക്കുക എന്നുള്ളിടത്ത് തഫ്സീറുൽ വസീത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. തഫ്സീർ ജലാലിനെ അവിടെ ഒന്നും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല വ്യാഖ്യാനം. പിന്നെ വാഹദിൽ ഫാക്കിഹത്തു തഅ്തീഹിം മിൻ കുല്ലി നൗഇൻ ഈ പഴങ്ങൾ എല്ലാ ഇനവും അവർക്ക് മുന്നിലെത്തുന്ന അല ഹസ്ബിമ യുരീദുന ബിസ്തഹുൻ അവർ ആഗ്രഹിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് എല്ലാവിധ പഴങ്ങളും അവരുടെ മുമ്പിൽ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എത്തുന്നതാണ്. അതൊക്കെ ആയിട്ട് അവർക്ക് സേവകർ അവരുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വർഗത്തിലെ വല്ലാത്തൊരവസ്ഥ നോക്കുകയാണെങ്കിൽ യതൂഫ അലൈഹിം വിൽദാനും മുഖല്ലന്നുണ്ട്. ഈ ചെറുപ്പക്കാരായ കുട്ടികൾ അവരുടെ കയ്യിൽ പിന്നെ വെള്ളത്തിൻ്റെ പാത്രങ്ങൾ, പാലിൻ്റെ പാത്രങ്ങളിലൊക്കെ വേണ്ടിയിട്ടുള്ള അക്വാബുകളുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നിറച്ച അബാരീക്കുകൾ, കൂജകൾ അവരുടെ കയ്യിലുണ്ടായിരിക്കും. പിന്നെ അത് കള്ള് വേണ്ടവർക്ക് കള്ള് നിറച്ച് കൊടുത്തിരിക്കുന്ന പാത്രങ്ങൾ അതും ഉണ്ടായിരിക്കും. ഇതൊക്കെ അവർക്ക് ഉണ്ടാകും. എന്നാൽ ഈ കള്ള് എന്ന് പറഞ്ഞപ്പോഴേക്കാണ് ലായസദ്ദോന് അതുകൊണ്ട് അവർക്ക് തലവേദന ബാധിക്കൂല. വല അൻസിഫുൻ ബുദ്ധിയുടെ സ്ഥിരത നഷ്ടപ്പെടൂല, ബുദ്ധി നഷ്ടപ്പെട്ടു പോകൂല. അങ്ങനത്തേത് ഫാക്കിഹത്തിൻ ഇഷ്ടമുള്ള പഴങ്ങളുണ്ട്, അതുമായിട്ടും കുട്ടികൾ കറങ്ങിക്കൊണ്ടിരിക്കും. ഇമായത്ത് ഹയ്യറുൻ അവരെ ആഗ്രഹിക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ മായത്ത് ഹയ്യറുൻ അവർ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന്. അല ഹസ്ബിമാ യുരീദൂന വേസ്തഹുൻ അവർ ആഗ്രഹിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് ഏത് പഴമാണോ അതെല്ലാം അവിടെ ലഭ്യമായിരിക്കും എന്ന്. വലഹ്മി ത്വയ്രിൻ മിമ്മാ യഷ്തഹൂൻ അവർ ഇഷ്ടപ്പെടുന്ന പക്ഷികളുടെ മാംസവും അവിടെയുണ്ട്. വലഹ്മ പറഞ്ഞ മാംസം, വലഹ്മി ത്വയ്രിൻ പക്ഷിയുടെ മാംസമുണ്ട്. മിമ്മാ യഷ്തഹൂൻ അവർ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്ന പക്ഷിയുടെ ഇഷ്ടഹസ്തീർണർ ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്ന പിന്നെ ഏത് തരം പക്ഷിയാണോ അതിൻ്റെ എല്ലാ മാംസങ്ങളും അവിടെയുണ്ട്. വലഹ്മി ത്വയ്രി മിമ്മാ യസ്തഹൂ എന്നുള്ളവരുടെ വ്യാഖ്യാനം ലഹും അവർക്ക് മാ യസ്തഹൂന ലഹും ലിലിസ്തിംതാഇ അവർക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്ന ഏത് പക്ഷിയുടെയാണോ അതിൻ്റെ മാംസവും അവർക്കുണ്ട് എന്ന്. വലഹ്മി ത്വയ്രിൻ ത്വയ്ർ എന്ന് പറഞ്ഞാൽ പക്ഷി മാംസം. മിമ്മാ യസ്തഹൂന ലഹും അവർക്ക് ആഗ്രഹിക്കുന്നതിൽ ഇസ്തിംതായി ആസ്വദിക്കാൻ വേണ്ടി. അപ്പോൾ ഓരോരുത്തർക്കും ആഗ്രഹങ്ങൾ പിന്നെ ഓരോന്നായിരിക്കും എന്നുണ്ടെങ്കിൽ എന്താണോ അവർ ആഗ്രഹിക്കുന്നത്, ഏത് പക്ഷിയുടെ മാംസം ഭക്ഷിക്കാനാണോ ആഗ്രഹിക്കുന്നത് അതും തയ്യാറായിട്ട് ആ സ്വർഗത്തിൽ അവർക്കുണ്ട്. വലഹ്മി ത്വയ്രി മിമ്മാ യഷ്തഹൂ എന്നുള്ളതിന് അവിടെ മിമ്മാ യുഹിബ്ബൂനഹു വയഖ്താറൂനഹു മിൻ ഹാദിഹിൽ ലുഹൂബി ത്വയ്യിബത്തിൽ മുഹബ്ബത്തിൽ നുഫൂസ് ഓരോ ശരീരത്തിനും ഇഷ്ടപ്പെടുന്ന നല്ല മാംസങ്ങളിൽ നിന്ന് ഏതാണോ അവർ ഇഷ്ടപ്പെടുകയും ആഗ്രഹിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് അത് തയ്യാറായും കൊണ്ട് അവർക്കുണ്ട്. അപ്പോൾ ഭക്ഷണത്തിന് ഏത് ഭക്ഷണമാണോ വേണ്ടത് അത് റെഡിയാണ്, ഏത് പഴങ്ങളാണോ വേണ്ടത് അത് റെഡിയാണ്, ഏത് പാനീയങ്ങളാണോ വേണ്ടത് അത് റെഡിയാണ്. എല്ലാ അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അതെല്ലാം എടുത്തു കൊടുക്കാൻ വേണ്ടി ധാരാളം സേവകരുള്ള ഒരു സ്വർഗം അത് വേണോ അതിനെക്കുറിച്ചാണ് അള്ളാഹു അവിടേക്ക് എത്തേണ്ട പണികൾ എന്താണ് ചെയ്യേണ്ടത് അതാണ് പറയുന്നത്. മറ്റേ മൂന്ന് ഇതുണ്ട്. സാബിഖൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയതാണ്. മുൻകടന്ന ആളുകൾ പിന്നെ വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ ഇങ്ങനത്തെ നന്മയുടെ ആളുകൾ അങ്ങനെ എണ്ണി പറഞ്ഞു. അതിൽ പിന്നെ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച സൗകര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നിടത്ത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമുള്ള പാത്രങ്ങളുമായിട്ട് അവർക്ക് സേവനം ചെയ്യാൻ ചെറുപ്രായത്തിലുള്ളവർ അവരുടെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ വഫാക്കിഹത്തിമ്മമായ തഖയ്യൂറുൻ അവർ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന പഴങ്ങളും ലഭ്യമായിരിക്കും. വലഹ്മി ത്വയ്രി മിമ്മാ യഷ്തഹൂൻ അവർ ആഗ്രഹിക്കുന്ന പക്ഷികളുടെ മാംസങ്ങളും അവർക്ക് റെഡിയായിരിക്കും.
വഹൂറുൻ ഐൻ, ഹൂറുലിങ്ങളും ഉണ്ടാവും എന്ന് പറയാം. ഹൂർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ തഫ്സീർ ജലാലി നിസാഉൻ ഷദീദാത്തു സവാദിൽ ഉയൂനി വബയാലിഹ, കണ്ണിൻ്റെ വെള്ളയും കറുപ്പും ശക്തമായിട്ടുള്ള സ്ത്രീകളുടെ വിശേഷണമാണ് ഹൂർ എന്നുള്ളത്. നിസാ എന്ന് പറഞ്ഞ സ്ത്രീകൾ, ഷദീദാത്തു സവാദിൽ ഉയൂനി കണ്ണിൻ്റെ കറുപ്പ് ശക്തമായവർ, ബയാലി അതിൻ്റെ വെളുപ്പും. അപ്പോൾ കണ്ണിൽ വെളുത്ത കണ്ണിൻ്റെ ഉള്ളിൽ കറുത്ത കൃഷ്ണമണിയാണുള്ളത്. ആ വെള്ള ശുദ്ധ വെള്ളയായിരിക്കെ നല്ല കറുപ്പുള്ളത് അത് സൗന്ദര്യത്തിൻ്റെ ഒരു അടയാളാണ്. അങ്ങനത്തെ കണ്ണുള്ള സ്ത്രീകൾ എന്നാണ് ഇപ്പോൾ സൗന്ദര്യത്തിൻ്റെ പിന്നെ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗം വിശദീകരിച്ചതാണ്. അതാണ് ഒന്ന് ഹൂർ. രണ്ടാമത്തെ പദം ഐൻ എന്നാണ്. ഐൻ എന്ന് പറഞ്ഞാൽ ലിഹാമുൽ ഒയൂനി എന്ന, കണ്ണിൻ്റെ വലിപ്പം കൂടുതലിനാണ്, വിശാലമായ കണ്ണ് എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐൻ എന്ന് പറഞ്ഞത് ഐനിന് കസ്റാണ്, കുസിറത്ത് ഐനുഹു, ഐനിന് കസ്ർ ചെയ്യപ്പെട്ടു, ബദല ലമ്മിഹ, ലമ്മ് ചെയ്യുന്നതിന് പകരം ലി മുജാനസത്തിൽ യാഇനോട് ചേർന്നത് അതായതിനു വേണ്ടി. മുജാനസ എന്ന് പറഞ്ഞാൽ ജിൻസ് ചേർന്ന് വരിക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഓ മുഫ്രദുഹു, ശരിക്കും അതിൻ്റെ മുഫ്രദ് ഐന ആണ്. ഐന പിന്നെ ഹംറാ, ഹംറാ ഹുമുർ എന്നാണ്. അപ്പോൾ അസലിൽ ഹംറാഇൻ്റെ ജമ്മ് വരുന്നത് ഹുമുർ ആയതുപോലെ ഐനിന് ലമ്മ് വരേണ്ടിയിരുന്നു. പക്ഷെ ലമ്മല്ല വന്നിട്ടുള്ളത്, അവിടെ കെസറാണ്, ഐൻ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം അതിന് ശേഷം വരുന്ന യാഇനോട് ചേർന്ന പിന്നെ ഏറാബ് കസറായതുകൊണ്ട് ഐനിന് കസർ കൊടുത്തു എന്നാണ്. അതാണ് കുസിറത്ത് ഐനുഹു, ഐന് കെസർ ചെയ്യപ്പെട്ടു, ബദല ലമ്മിഹ, ലമ്മിന് പകരം ലി മുജാനസത്തിൽ യാഇനോട് ചേർന്ന ഏറാബതായതുകൊണ്ട്. ഓ മുഫ്രദുഹു, അതിൻ്റെ മുഫ്രദ് ഐന എന്നാണ്. ഐന ഈ എന്നാണ്. എന്നാൽ കൺതടം വിശാലമായവർ എന്നുള്ളത് ഐന ഐന്. ഏതുപോലെ ഹംറാ പോലെ, ഹംറാ എന്നുള്ളത് മുഫ്രദ്, പിന്നെ അതിൻ്റെ ജമ്മ് വരുന്നത് ഹുമുർ എന്നാണ്. ഇവിടെ ഐൻ എന്നാണ്, ഐന് ലമ്മല്ല ഉള്ളത്, കസർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ ലഫ്ലിൻ്റെ അർത്ഥം അവിടെ തഫ്സീറിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇനി മറ്റൊരു ഖിറാഅത്തിൽ ഫി ഖിറാഅത്തിൻ ബി ജർരി ഹൂരിൻ ഐൻ അങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ ഹൂറുൻ എന്നുള്ളത് റാഇന് ലമ്മായിട്ടാണെങ്കിൽ റാഇന് കസറായിട്ട് ഹൂരിൻ ഐൻ എന്നും വന്നിട്ടുണ്ട്. ഏതായാലും ഹൂർ എന്നുള്ളത് സ്ത്രീകൾക്ക് വിശേഷണം പറയുന്നതാണ്, കൺതടം വെള്ളയും കറുപ്പും ശക്തിയായവരെന്ന്. ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലമായത്. അതൊക്കെ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അത്ര സുന്ദരികളായിരിക്കുന്ന സ്ത്രീകളും സ്വർഗത്തിലുണ്ട് എന്നവിടെ പറഞ്ഞു വെച്ചതാണ്. തഫ്സീറുൽ വസീദ് അവിടെ പറയുന്നുണ്ട്, ഇത് പരാമർശിക്കുന്നിടത്ത് നിസാഉൻ ഉയൂനുഹുന്ന ഷദീദത്തുൽ ബയാദി വസ്സവാദി ഫി സഅത്തിൻ വജമാലിൻ, അതാണ് അതിൻ്റെ ഷോർട്ട്. നിസാഉൻ സ്ത്രീകളുമുണ്ട് സ്വർഗത്തിൽ, ഒയൂനുഹുന്ന അവരുടെ കൺതടങ്ങൾ, ഷദീദുൽ ബയാദി വസ്സവാദി കണ്ണുകൾ, ഒയൂനുഹുന്ന അവരുടെ കണ്ണുകൾ, ഷദീദുൽ ബയാദി വസ്സവാദി ശക്തമായ വെളുപ്പും കറുപ്പുമുള്ളതാണ്, ഫി സഅത്തിൻ വിശാലതയിലും വജമാലി സൗന്ദര്യത്തിലും എല്ലാം നിറഞ്ഞ സുന്ദരികളായിരിക്കുന്ന സ്ത്രീകളുണ്ട്. അതിനെ ഉദാഹരിക്കുകയാണ് ഇനി അടുത്ത ആയത്ത്. ക അംസാലിൽ ലുഇൽ മക്നൂൻ, ക അംസാലിൽ ലുഅ്ലു മുത്തുപോലെ, മുത്തിൻ്റെ ഉദാഹരണം പോലെ, അൽ മക്നൂന് ചിപ്പിക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ട, അപ്പം അങ്ങനെ പുറത്തെടുക്കാതെ അത് വളർന്നു വന്ന ചിപ്പിയുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കിടക്കുന്ന, മക്നൂൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം മറച്ചു വെക്കപ്പെട്ടത്. ലുഅ്ലുൽ മക്നൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന മുത്ത്. ആ മുത്തിൻ്റെ ഉദാഹരണം പോലത്തെ, അപ്പോൾ ഒരാളും ടച്ച് ചെയ്യാത്ത, പിന്നെ ചളിയാവാത്ത, അതിൻ്റെ പൂർണ്ണ തെളിമയിലും ശുദ്ധതയിലും ഇരിക്കുന്ന ഒരു പിന്നെ മുത്താണ് ചിപ്പിക്കുള്ളിലിരിക്കുന്ന മുത്ത്. അതെത്ര സൗന്ദര്യകരമാണോ എന്നതുപോലെ സൗന്ദര്യം നിറഞ്ഞ സ്ത്രീകളും അവിടെ ഉണ്ട്, ഹോർലിങ്ങളും അവിടെ ഉണ്ട്. അംസാൽ പോലെ, അവരെ പോലോത്ത എന്നാണ് അർത്ഥം വരിക. അംസാലിൽ മുത്തുപോലോത്ത, അൽ മക്നൂനി ചിപ്പിക്കുള്ളിൽ ഒളിപ്പിച്ച് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന മുത്തുപോലെ. അംസാലിൽ അൽ മക്നൂൻ എന്ന് പറഞ്ഞാൽ മസൂൻ സംരക്ഷിക്കപ്പെട്ടതെന്ന്, സ്വാന സംരക്ഷിച്ചു, മസൂൻ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ടത്, മക്നൂൻ എന്ന് പറഞ്ഞാൽ ഒളിപ്പിച്ചു വെക്കപ്പെട്ടതെന്ന്. അപ്പോൾ മുത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് ഇങ്ങനെ സംരക്ഷിച്ചു വരുന്നത് എന്ന മുത്തുകൾ, ആ ചിപ്പിക്കയുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് മറക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു മുത്തുകൾ പോലെ സുന്ദരി, അതിനെത്ര ഭംഗിയുണ്ടാവും എന്നതുപോലെ സൗന്ദര്യം നിറഞ്ഞ ഹൂറുൽ ഐനുകളും അവിടെയുണ്ട് എന്നർത്ഥം. ഇതെല്ലാം അള്ളാഹു ഇതൊക്കെ ഒരുക്കി തയ്യാറാക്കി തന്നിട്ടുണ്ട്
ജസാഅം ബിമാ കാനു യഅമലൂൻ, അവർ ചെയ്യുന്ന അമലുകൾക്ക് പ്രതിഫലമായിട്ട്, ജസാഅൻ പ്രതിഫലമായിട്ട്, ബിമാ കാനു യഅമലൂൻ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ദുനിയാവിൽ നല്ല ഹൈറായ കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർ സ്വർഗത്തിലെത്തിയാൽ അതിൻ്റെ പ്രതിഫലമായിട്ട് അള്ളാഹു കൊടുത്തതാണ് ഇതെല്ലാം എന്നുള്ളത്. ജസാ എന്ന് പറഞ്ഞ മഫ്ഊലുൽ ലഹു ആണ്. ഔ അല്ലെങ്കിൽ മസ്തറായും കൊണ്ട്. വൽ ആമിലുൽ മുഖദ്ദറു, വൽ ആമിലു അൽ മുഖദ്ദർ, അതിലെ ഈ മഫ്ഊല് ലഹു ആകുന്ന സമയത്ത് ഫെയിലായിട്ട് ആമിൽ ഏതാണ്, അത് സങ്കല്പത്തിലാണ് ഉള്ളത്. ഐ ജഅൽനാ ലഹും അവർക്ക് ആക്കി, മാ ദുക്കിറ മേൽ പറയപ്പെട്ടത്, ലിൽ ജസാ ഈ മഫ്ഊൽ ലഹു ആകുന്ന സമയത്ത് അങ്ങനെ വരിക പ്രതിഫലമായിട്ട്, അല്ലെങ്കിൽ മസ്തറായിട്ട് പറയും ഔ ജാസൈനാഹും നാം അവർക്ക് പ്രതിഫലം നൽകി. അപ്പോൾ ജസാഅൻ പ്രതിഫലമായിട്ട് എന്ന് പറയുമ്പോൾ പ്രതിഫലമായിട്ട് എന്ത്, ഞാൻ അവർക്ക് കൊടുത്തു, അപ്പം ഞാൻ അവർക്ക് കൊടുത്തു എന്നുള്ള ഒരു ആമിൽ അവിടെ മുഖദ്ദറായിട്ട് സാങ്കല്പികമായിട്ട് വരണം. ജസാഅൻ പ്രതിഫലമായിട്ട് പറയുമ്പോൾ അത് എവിടേക്കാ കൊണ്ടുപോയി വെക്കുന്നുണ്ടാവില്ല ഒരു അത് പ്രതിഫലമാണ് എന്ന് പറഞ്ഞ സമയത്ത് അത് ഞാൻ ഇന്നതിനു വേണ്ടി കൊടുക്കുന്ന പ്രതിഫലമാണ് എന്ന സെൻറ്റൻസ് പ്രതിഫലമാണ് എന്ന് പറഞ്ഞ സമയത്ത്. അപ്പോൾ ഇതേപോലെ സെൻറ്റൻസ് ക്ലിയർ ആകല് മഫ്ഊലുൽ ലഹു ആകുന്ന സമയത്ത് ജസാഅൻ പ്രതിഫലമായിട്ട് നോക്കും. അപ്പോൾ അവിടെ എന്തൊരു ഫീൽ സങ്കല്പിച്ചു കൊടുക്കണം. അതാണ് അവിടെ ഐ ജഅൽനാ ലഹും നാം അവർക്കാക്കി, മാദുക്കിറ മേൽ പറയപ്പെട്ട സൗകര്യങ്ങളെല്ലാം, ലിൽ ജസാഇ പ്രതിഫലമായിട്ട്, ജസാഅൻ അതാണ് പ്രതിഫലമായിട്ട്. ഇപ്പം നമ്മൾ അർത്ഥം വെക്കുന്ന സമയത്ത് ജസാഅൻ ബിമാ കാനു യഅമലൂൻ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമായിട്ട് എന്ത് ചെയ്തു, ബാക്കി സങ്കല്പിച്ചു കൊടുക്കേണ്ടതാണ്, മേൽ പറയപ്പെട്ട സൗകര്യങ്ങളെല്ലാം നാം അവർക്കാക്കി. ആ മേൽ പറയപ്പെട്ട സൗകര്യങ്ങളാക്കി എന്നുള്ളത് ഇവിടെ കാണുന്നില്ല, അവിടെ സങ്കല്പിച്ചു കൊടുക്കുക ചെയ്യണത്. അതാണ് ജഅൽനാ ലഹും നാം അവർക്ക് ആക്കി കൊടുത്തു, മാ ദുക്കിറ മേൽ പറയപ്പെട്ടതെല്ലാം, ലിൽ ജസാഇ പ്രതിഫലമായിട്ട്. ആ ലിൽ ജസാഇ എന്നുള്ളത് ഇതിനൊക്കെ പാടെ പകരം ജസാഅൻ നാം അത് പ്രതിഫലമായിട്ട് കൊടുത്തു. ബിമാ കാനു യഅമലൂൻ അവർ പ്രവർത്തിച്ചതിന് പ്രതിഫലമായിട്ട് ഞാൻ മേൽ പറയപ്പെട്ടതെല്ലാം കൊടുത്തു എന്നുള്ളത്. അപ്പോൾ ജസാ എന്നുള്ളതിൻ്റെ ഏറാബ് മഫ്ഊൽ ലഹു ആണ്, അല്ലെങ്കിൽ മസ്തറായിട്ട് പറയാം. വൽ ആമിലുൽ മുഖദ്ദറു അതിൻ്റെ തഖ്ദീറിൽ വരുന്ന ആമിൽ ഐ അതായത് ജഅൽനാ ലഹും നാം അവർക്കാക്കി, മാ ദുക്കിറ മേൽ പറയപ്പെട്ടത്, ലിൽ ജസാഇ പ്രതിഫലത്തിന് വേണ്ടി ആക്കി കൊടുത്തു. ഔ അല്ലെങ്കിൽ മറ്റ് മസ്തറായിട്ട് പറയുകയാണെങ്കിൽ ജാസൈനാഹും നാം അവർക്ക് പ്രതിഫലം കൊടുത്തു, ജസാ ബിമാ കാനു യഅമലൂൻ അങ്ങനെ പറയാം. ജാസൈനാഹും ജസാ രണ്ടെണ്ണം സങ്കല്പിച്ചുകൊണ്ടിട്ടുള്ളത്. ഒന്ന് ജഅൽനാ ലഹും മാ ദുക്കിറ ലിൽ ജസാഇന്നോ, അല്ലെങ്കിൽ ജാസൈനാഹും ജസാഅൻ. അപ്പോൾ പിന്നെ മസ്തറായിട്ട് ഇടുക, മഫ്ഊലായിട്ട് ജാസൈനാഹും നാം അവർക്ക് പ്രതിഫലം കൊടുത്തു, ജസാഅൻ ഒരു പ്രതിഫലം കൊടുക്കൽ, ബിമാ കാനു യഅമലൂൻ അവർ ചെയ്ത പ്രവൃത്തിക്ക് പകരമായിട്ട്. തഫ്സീർ വസീത്ത് അവിടെ ഒന്നുകൂടി അത് വ്യക്തമായിട്ട് പറയണ്ടേ. ആഴ്ത്തൈനാഹും നാം അവർക്ക് നൽകി, ഹാദൽ അത്താ അൽ ജസീൽ ഈ വിലപിടിപ്പുള്ള സമ്മാനം. എന്തിനു നൽകി? ജസാഅൻ മുനാസിബൻ അനുയോജ്യമായ പ്രതിഫലമായിട്ട്, ബി സബബിമാ കാനു യഅമലൂനഹു ഫി ദുനിയ ദുനിയാവിൽ അവർ പ്രവർത്തിച്ചതിൻ്റെ കാരണത്താൽ അതിന് ഫിറ്റായ അനുയോജ്യമായ പ്രതിഫലമായിട്ട് ഈ വലിയ സമ്മാനം നാം അവർക്ക് നൽകി. അതാണ് കറക്റ്റ്. ജസാഅൻ ബിമാ കാനു അഅ്തൈനാഹും നാം അവർക്ക് നൽകി, ഹാദൽ അത്താ അൽ ജസീൽ ഈ വിലപിടിപ്പുള്ള സമ്മാനത്തെ, ജസാഅൻ പ്രതിഫലമായിട്ട്. എങ്ങനത്തെ? മുനാസിബൻ യോജിച്ച പ്രതിഫലമായിട്ട്, ബി സബബിമാ കാനു യഅമലൂൻ അവർ ചെയ്യുന്ന പ്രവൃത്തി കാരണത്താൽ, ഫി ദുനിയ ഈ ദുനിയാവിൽ അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ കാരണത്താൽ, മിൻ അമാലി സ്വാലിഹത്തിൻ സൽക്കർമ്മങ്ങളിൽ നിന്ന് ദുനിയാവിൽ അവർ പ്രവർത്തിച്ച നല്ല പ്രവർത്തനങ്ങളുടെ കാരണമായിട്ട് അതിനനുയോജ്യമായ പ്രതിഫലത്തെ ഈ പ്രതിഫലമായിട്ട് അത്താഉൽ ജസീൽ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ സൗകര്യങ്ങളെല്ലാം സ്വർഗത്തിൽ നാം അവർക്ക് നൽകി എന്നാണ്. ജസാഅൻ ബിമാ കാനു യഅമലൂൻ അവർ ദുനിയാവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പ്രതിഫലമായിട്ട് അവർക്ക് നാം നൽകി എന്ന് പറഞ്ഞു. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമ. അപ്പോൾ ജസാ ബിമാ കാനു യഅമലൂൻ ഒന്നുകൂടി അർത്ഥം വെച്ചാലാണ് തഫ്സീർ വസീത്ത് പറഞ്ഞതിന് ശേഷം വീണ്ടും അർത്ഥം വെക്കുമ്പോഴാണ് ജസാ എന്നത് മഫ്ഊൽ ലഹു ഔ മസ്തർ, മഫ്ഊൽ ലഹു ആയിട്ട് ഇടാം അല്ലെങ്കിൽ മസ്തറായിട്ട് ഇടാം. വൽ ആമിൽ മുഖദ്ദറും പിന്നെ അതിൻ്റെ സാങ്കല്പികമായ ആമിൽ വരുന്നത് ഐ ജഅൽനാ ലഹും മാ ദുക്കിറൽ ജസാഇ എന്ന. ജഅൽനാ ലഹും നാം അവർക്ക് ആക്കി, മാ ദുക്കിറ മേൽ പറയപ്പെട്ടത്, ലിൽ ജസാഇ പ്രതിഫലമായിട്ട്.
ഔ അല്ലെങ്കിൽ ജാസൈനാഹും നാം അവർക്ക് പ്രതിഫലം നൽകി ജസാഅൻ ഒരു പ്രതിഫലത്തെ ബിമാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിക്കുന്ന ഒന്നിന് പ്രതിഫലമായിട്ട് നാം അവർക്ക് നൽകി. ഇനി ലാ യസ്മഊന ഫിഹ സ്വർഗത്തിലെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ അവർക്ക് നേരത്തെ തിന്നാനും കുടിക്കാനും ഉണ്ട്, പിന്നെ സേവനത്തിന് ആളുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചതിൻ്റെ കൂടെ അത് മാത്രമല്ല, അതൊക്കെ പോസിറ്റീവായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒന്നാണെങ്കിൽ സമാധാനത്തോടെ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും കേൾക്കാതിരിക്കുക എന്ന്. ഇപ്പം ഇതെല്ലാം തിന്നാനും കുടിക്കാനൊക്കെ പള്ളറിയുണ്ട്, പുറമെ കുറച്ച് ചീത്ത വർത്താനം കേൾക്കേണ്ടി വരികയാണെങ്കിൽ അതിൻ്റെ എല്ലാം രസങ്ങളും ആസ്വാദനങ്ങളും നഷ്ടപ്പെട്ടു പോകും. അവിടെ അള്ളാഹു കൂട്ടത്തിനെടുത്ത് പറയാണ് ലാ യസ്മഊന ഫിഹ ആ സ്വർഗത്തിൽ അവർ കേൾക്കുകയില്ല ലഗ്വൻ പാഴ്വർത്തമാനങ്ങൾ, വലാ തഅ്സീമൻ കുറ്റകരമായ സംസാരങ്ങൾ, അതൊന്നും കേൾക്കൂല. നമ്മൾ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, കൂടെ കുറച്ച് ചീത്തയുണ്ട് എന്നുണ്ടെങ്കിൽ ചീത്ത കേൾക്കേണ്ടി വരികയാണെങ്കിൽ ആ സുഖങ്ങളുടെ പോയില്ലേ, അതിൻ്റെ ആ കിട്ടിയ സുഖ സൗകര്യങ്ങളുടെ മുഴുവൻ വില നഷ്ടപ്പെടും. അപ്പോൾ സ്വർഗത്തിൽ അള്ളാഹു ഇതെല്ലാം ഒരുമിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ആ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ലാ യസ്മഊന ഫീഹ അവരവിടെ കേൾക്കുകയില്ല ലഗ്വൻ പാഴ്വർത്തമാനങ്ങൾ, മോശമായ സംസാരങ്ങൾ, പല തഹസീമിന് കുറ്റകരമായ സംസാരങ്ങൾ കേൾക്കില്ല. അവിടെ സബ്സിഡി ജലാലിനെ ലാ യസ്മഊന ഫീഹ സമിയ കേട്ടു, ലാ യസ്മഊന കേൾക്കുകയില്ല ഫീഹ ഫീഹ എന്ന് പറഞ്ഞാൽ ഫിൽ ജന്നത്തി സ്വർഗത്തിൽ അവർ കേൾക്കുകയില്ല. ലഗ്വൻ എന്ന് പറഞ്ഞാൽ ഫാഹിഷൻ മോശമായ വർത്തമാനങ്ങൾ, ഫാഹിഷ മിനൽ കലാമി സംസാരത്തിൽ നിന്ന് മോശമായ ഒരു വർത്താനം കേൾക്കേണ്ടി വരില്ല. വലാ തഹസീമൻ കുറ്റകരമായതും മാ യൂസമു പിന്നെ യൂസിമു പാപം ഏൽക്കേണ്ടി വരുന്ന സംസാരം കേൾക്കൂല. അതൊരു വല്ലാത്ത ഇതാണ്. നമ്മളുടെ ഇന്നത്തെ സംസാരങ്ങളിൽ നല്ലൊരു ശതമാനം തഹ്സീമാണ്, യൂസിമാണ്, അതായത് ഇസ്മ കുറ്റം വന്നു ചേരുന്നതാണ്. നാലാൾ കൂടിയിരിക്കുന്ന സമയത്ത് പിന്നെ നടക്കുന്ന വർത്തമാനങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. രണ്ടാൾ കൂടിയിരിക്കുമ്പോൾ മൂന്നാമത്തെ ഒരാളുടെ കുറ്റം പറയലായിരിക്കും, അത് ഭയങ്കര തെറ്റാണ്. അല്ലെങ്കിൽ ഒരാളെ പരിഹസിക്കലായിരിക്കും, അല്ലെങ്കിൽ ഗീബത്ത് പറയലായിരിക്കും, നമീമത്ത് പറയലായിരിക്കും, അല്ലെങ്കിലോ ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ കെദിബ് കളവ് പറയലായിരിക്കും. പറയുന്നത് കളവാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് നിർവാഹമില്ലാതെ ആ കളവ് കേൾക്കേണ്ടി വരിക. അല്ലെങ്കിൽ പരിഹാസമാണെങ്കിൽ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ ഒരാൾ മറ്റൊരാളെ പരിഹസിക്കരുത് എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ പരിഹാസത്തിന് ചിരിച്ചിരുന്ന് കൊടുക്കേണ്ടി വരും. ഇത് തെറ്റാണെന്നറിയാം. ഈ പരിഹസിക്കപ്പെടുന്നതിൻ്റെ പേരിൽ പിന്നെ അവിടെ പരിഹാസം എതിർത്തുകൊണ്ട് ഖുർആൻ പറഞ്ഞത് അയ്യുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈത്തന്ന മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ പച്ച മാംസം തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിന് തുല്യമാണ് അവൻ്റെ കുറിച്ച് നിങ്ങൾ പരിഹസിക്കുകയും പിന്നെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയും ചെയ്യുക എന്നുള്ളത്. ലായസ്ഖർ ഖൗമുൻ മിൻ ഖൗം ലായസ്ഖർ ഖൗമുൻ മിൻ ഖൗം എന്നുള്ള ദീർഘമായ ഒരു ആയത്തിൻ്റെ അവിടെ പറയുന്നുണ്ട്, ആരും പരിഹസിക്കരുത് എന്ന് പറഞ്ഞത്. വലാ യഗ്തബ് ബഅ്ദുക്കും ബഅ്ദ പരസ്പരം ഗീബത്ത് പറയരുത് അയക്കും എന്നുള്ള ആ ആയത്തിൻ്റെ ബാക്കിയാണ് പറയുന്നത്. ഗീബത്ത് പറയരുത്, ആ ഗീബത്ത് പറയാ എന്നുള്ളത് മനുഷ്യൻ്റെ പച്ച മാംസം തിന്നുന്നതിന് സമാനമാണ് എന്ന്. അപ്പം നമ്മളുടെ വർത്തമാനങ്ങൾ തഹ്സീമാണ് കൂടുതൽ ഉണ്ടാകുക, പിന്നെ ബാക്കി ലഹവുമാണ് ഉണ്ടാകുക. എന്നാൽ സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത് ലാ യസ്മഊന ഫീഹ അവിടെ കേൾക്കുകയില്ല ഫിൽ ജന്നത്തി സ്വർഗത്തിൽ ലഗ്വൻ മോശമായ വർത്തമാനങ്ങൾ കേൾക്കില്ല. ഫാഹിഷ മിനൽ കലാമി സംസാരത്തിൽ നിന്ന് മോശമായത് കേൾക്കേണ്ടി വരില്ല. വലാ തഹ്സീമൻ കുറ്റകരമായ സംസാരവും കേൾക്കേണ്ടി വരില്ല. ദുനിയാവിൽ അപ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതായിട്ട് നമ്മൾ പറയുന്നില്ലെങ്കിലും നമ്മൾ കേട്ടിരുന്ന് കൊടുക്കുക എന്നുള്ളത് ആ പരിഹാസത്തിന് അല്ലെങ്കിൽ ഗീബത്ത് പറയൽ നമീമത്ത് പറയലിന് ഒക്കെ ഒരു കാരണമാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുറ്റം നമ്മളും എന്ത് ചെയ്യാണ് വഹിക്കേണ്ടി വരികയാണ് എന്നുള്ളത്. അപ്പോൾ സ്വർഗത്തിലെത്തുന്ന സമയത്ത് ലാ യസ്മഊന ഫീഹ അതിൽ കേൾക്കേണ്ടി വരില്ല ലഗ്വൻ മോശമായ വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരില്ല, വലാ തഅ്സീമൻ കുറ്റകരമായതും കേൾക്കേണ്ടി വരില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാമാ സലാം എന്നുള്ളൊരു വർത്തമാനമല്ലാതെ. സലാം ഖൗലൻ മിൻ റബ്ബിർ റഹീം എന്നും പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അഭിവാദ്യവും സലാമായിട്ടാണ് വരിക. ആളുകൾ കണ്ടുമുട്ടുന്ന സമയത്തും സലാമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ലാ യസ്മഊന ഫീഹ അവിടെ കേൾക്കേണ്ടി വരില്ല ലഗ്വൻ മോശമായ വർത്താനം ഉണ്ടാവില്ല, വലാ തഅ്സീമൻ കുറ്റകരമായ വർത്താനം ഉണ്ടാവില്ല. ഇല്ലാ ഖീലൻ സലാമൻ സലാം സലാം എന്നുള്ള വർത്തമാനമല്ലാതെ. ലാക്കിൻ എന്നാലും
ഖീലൻ ഐ ഖൗലൻ സലാമൻ, സലാമൻ എന്നുള്ള വാക്കല്ലാതെ കേൾക്കൂല. ബദലും മിൻ ഖീല, ഖീല എന്നുള്ളത്, ഖീലൻ എന്നുള്ളതിന്റെ ബദലായിട്ടാണ് സലാമൻ സലാം എന്നുള്ള. സലാമൻ എന്നുള്ള വർത്തമാനമല്ലാതെ കേൾക്കേണ്ടി വരില്ല. അപ്പൊ ഇന്നഹും യസ്മഊൻ, അത് കേൾക്കും. പരസ്പരം തഹിയ്യത്ത്, പിന്നെ അഭിവാദ്യം ചെല്ലുക, സലാം ചൊല്ലിക്കൊണ്ടിരിക്കുക, പിന്നെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ മോശമായ വർത്തമാനങ്ങളോ കുറ്റകരമായ വർത്തമാനങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇതൊക്കെ സ്വർഗത്തിന്റെ വിശേഷണങ്ങളാണ്. ഇനി കുറച്ചും കൂടി ഇതിന്റെ ബാക്കിയുണ്ട് ഇൻഷാ അള്ളാ. ഇന്നത്തെ ഭാഗം 25 വരെ ആയതുള്ളൂ, അല്ല 26 വരെ. ഇനി 27 മുതൽ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത ക്ലാസ്